വാക്കാല എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, രോഗി ആശുപത്രി വിട്ട് 15 ദിവസത്തിനുള്ളിൽ സർക്കാർ പണം കൈമാറണമെന്നൊരു വ്യവസ്ഥ ഇതിനകത്തുണ്ട്. ഇത് ഓരോ ദിവസം കഴിയും തോറും അത് ആ ദിവസത്തെ ഇത് പലിശ നൽകണമെന്നുള്ളൊരു വ്യവസ്ഥയുമുണ്ട്. ആ വ്യവസ്ഥകൾ ഈ പദ്ധതി പ്രകാരമുള്ള ഈ പണം കൈമാറ്റം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ് എന്നാണോ KPHA ആരോപിക്കുന്നത്? കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയതിനു ശേഷം ഈ പദ്ധതിയുമായി ഒരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. ഓരോ സ്ഥാപനവും ഇതിലൊരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് 15 ദിവസത്തിനുള്ളിൽ ഈ ചികിത്സ നൽകിയ പണം ആശുപത്രികൾക്ക് തിരിച്ചു നൽകണമെന്ന്. പക്ഷെ ആ എഗ്രിമെന്റ് പ്രകാരം 15 ദിവസം എന്നുള്ളത് ഒരു മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ ഒക്കെ ആയാലും പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ 4-5 മാസമായി കോടിക്കണക്കിന് രൂപ ചികിത്സ കൊടുത്തതിൽ കുടിശ്ശികയായി കിടക്കുമ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്കീമിൽ കൂടുതലും 100 ബെഡിന് താഴെയുള്ള ഇടത്തരം സ്ഥാപനങ്ങളാണ് ഈ എൻപാനൽ ചെയ്തിട്ടുള്ളത്. 411 ഹോസ്പിറ്റൽസ് കേരളത്തിൽ എൻപാനൽ ചെയ്തിട്ടുണ്ട്. ഈ 401 സ്ഥാപനങ്ങളും ഏകദേശം ഇടത്തരം സ്ഥാപനങ്ങളാണ്. ഇതൊക്കെ ലോൺ എടുത്ത് ചെറിയ തോതിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇതിന്റെ കോസ്റ്റുകളൊക്കെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നഴ്സിംഗ് സാലറി നമുക്കറിയാം. ഹോസ്പിറ്റൽ ജീവനക്കാരുടെ സാലറി മിനിമം വേജ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ മേഖല മിനിമം വേജ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലാണ്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് ഫീ വർദ്ധിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള ചാർജുകളും വർദ്ധിച്ചു വരുന്നു, കോസ്റ്റ് കൂടി വരുന്നു. ഈ പാക്കേജ് റൈറ്റുകളാണെങ്കിലോ 2020 വന്ന പാക്കേജ് ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ 2020 വന്ന പാക്കേജ് റേറ്റ് ആണ് ഇന്ന് കേരളത്തിൽ ആയുഷ്മാൻ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. നേരെ മറിച്ച് 2022 നവംബർ മുതൽ HBP 2.2 എന്നുള്ള രീതിയിൽ പാക്കേജ് റൈറ്റുകൾ റിവൈസ് ചെയ്ത് ഈ സ്കീം കുറ്റമറ്റ രീതിയിൽ ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് കുറ്റമറ്റ രീതിയിൽ 2022 സ്കീം നിലവിൽ വന്നിട്ടുണ്ട്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നടപ്പാക്കുന്നില്ല. സാമ്പത്തിക പ്രയാസമാണ് പറയുന്നത്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രീ ഹുസൈൻ കോയ തങ്ങൾ, HBP പതിപ്പ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയം കോടതിയിലെത്തിയതല്ലേ? അതെ, കോടതി വിധിച്ചു. കോടതി ഞങ്ങളുടെ പെറ്റീഷൻ പരിഗണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് തന്ന റിപ്ലൈ സാമ്പത്തികമായി ഇത് നടപ്പാക്കാൻ കഴിയില്ല. അതായത് ആയുഷ്മാൻ ഭാരത് സെൻട്രൽ ഗവൺമെന്റ് റിവൈസ് ചെയ്ത റൈറ്റ് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് തരാൻ കഴിയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. ആ ജിയോ ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതൊക്കെ ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കോടതി എന്ത് തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്? അതോ അത് ഇപ്പോഴും കേസ് നിൽക്കുകയാണോ? ഹർജി ഇപ്പോഴും നിൽക്കുകയാണോ? ഞങ്ങളുടെ പെറ്റീഷൻ 2 മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ പറഞ്ഞു. അത് പരിഗണിച്ചില്ല. ഞങ്ങൾ കണ്ടംപ്റ്റ് കോർട്ട് കൊടുത്തു. കണ്ടംപ്റ്റ് കോർട്ട് കൊടുത്തപ്പോൾ സർക്കാർ ഇറക്കിയുള്ള ജിയോ സാമ്പത്തികമായ സ്ഥിതി അനുവദിക്കാത്തത് കൊണ്ട് ഈ സ്കീം നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ ജിയോ ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമിന്റെ സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കീം വേറെ രീതിയിൽ നടപ്പാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് കോടതിയെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇന്ന് പെൻഡിങ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ പ്രശ്നം വരുന്നതല്ല. ആയുഷ്മാൻ ഭാരതിൽ വരുന്നത് BPL ഫാമിലിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഏകദേശം 24 ലക്ഷത്തോളം അതിന് താഴെ മാത്രമേ BPL ഫാമിലി ഉള്ളൂ. പക്ഷെ ഈ സ്കീമിൽ 44 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ സ്കീമിന്റെ ബെനിഫിഷ്യറി ആവുന്നുണ്ട്. തൊഴിൽ മേഖലയിലെ ആളുകളെ, മറ്റു പല മേഖലകളിലെ ആളുകളെ ഈ സ്കീമിലേക്ക് കൊണ്ടുവന്നു. ആയുഷ്മാൻ ഭാരത് സ്കീം കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള രീതിയിൽ നടപ്പാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തത്, സംസ്ഥാന സർക്കാരിന്റെ മറ്റുള്ള സ്കീമുകളൊക്കെ ചിസ് പ്ലസ് പോലുള്ള മറ്റുള്ള സ്കീമുകളൊക്കെ ഇതിലേക്ക് ക്ലബ്ബ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ബെനിഫിഷ്യറീസിനെ ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്കീം വയബിളായി നടപ്പാക്കാൻ കഴിയുന്നത്. അതിന്റെ ഫണ്ട് അലോക്കേഷൻ കൂടി സംസ്ഥാന സർക്കാർ കാണേണ്ടിയിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആയുഷ്മാൻ ഭാരതിലെ BPL ഫാമിലിക്ക് വേണ്ടിയുള്ള ഫണ്ട് മാത്രമേ, അതിന്റെ 60% മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് തരുന്നുള്ളൂ. മറ്റ് 40% ഇതിലേക്ക് തികയാതെ വരികയാണ്. കാരണം മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ബെനിഫിഷ്യറീസിനെയും ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ തോതിൽ 20 ലക്ഷത്തോളം കുടുംബങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്തു. ആ ആഡ് ചെയ്യുമ്പോൾ അവർക്കുള്ള ഫണ്ട് അലോക്കേഷൻ സർക്കാർ കണ്ടിട്ടില്ല എന്നാണ് പ്രായോഗികമായി അതിന്. ഒറ്റ കാര്യം കൂടി ശ്രീ ഹുസൈൻ കോയ തങ്ങൾ, എത്ര മാസങ്ങളായി ഈ 400 കോടിയോളം രൂപയുടെ കുടിശ്ശികയാണല്ലോ, അത് എത്ര മാസങ്ങളായി ഈ തടഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇത് ഇത്രയും രൂക്ഷമായിട്ട് എത്ര മാസങ്ങളായി? ഏകദേശം 4-5 മാസങ്ങളായിട്ട് ഒരു ക്യാഷും കിട്ടുന്നില്ല. പിന്നെ അതുമല്ല, സർക്കാർ ഈ ഓരോ സ്ഥാപനങ്ങൾക്കും അനുവദിക്കുന്നത് 5 മാസം മുമ്പ് പെൻഡിംഗ് ആയി കിടക്കുന്ന ക്യാഷ് അവിടെ വെച്ചുകൊണ്ട് 2-3 മാസം അതിന് മുമ്പുള്ള ക്യാഷുകൾ വിഡ്രോ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കോവിഡ് കാലത്ത് സർക്കാരിന് ചികിത്സ കൊടുത്തുള്ള, സർക്കാർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് രോഗികൾക്ക് ചികിത്സ കൊടുത്തുള്ള ക്യാഷ് പോലും ഇന്ന് കിട്ടില്ല. കോവിഡ് കഴിഞ്ഞു പോയിട്ട് എത്ര കാലമായി? വർഷങ്ങളായിട്ട് കിടക്കുന്ന ക്യാഷുകളുണ്ട്. പക്ഷെ അത് പുറമെ
നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്കീമിൽ 5 മാസം 4 മാസമായിട്ടുള്ള ക്യാഷുകൾ പല സ്ഥാപനങ്ങൾക്കും ലഭിക്കാറുണ്ട്. നമുക്ക് ആ വിശദമായിട്ട് അതിലേക്ക് വരാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ, എത്ര ഹോസ്പിറ്റലുകൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്? നോക്കൂ, 411 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ എൻപാനൽ ചെയ്ത സ്ഥാപനങ്ങൾ. അതിൽ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ അസോസിയേഷനിലെ കണക്കെടുക്കുമ്പോൾ ഒരു 150 സ്ഥാപനങ്ങൾ എങ്കിലും സ്വമേധയാ പിന്മാറിയിട്ടുണ്ട്. അവരിത് വയബിൾ അല്ല എന്നും അവർക്ക് സാലറി കൊടുക്കാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സ്കീമിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 200, 260, 270 ഹോസ്പിറ്റലുകളൊക്കെ മാത്രമേ ഇന്ന് കാസ്പിൽ എൻപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ ചികിത്സ ലഭിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലും പറയുന്നത് ഞങ്ങളെ സ്വമേധയാ പിന്മാറാൻ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഈ മാർച്ച് മാസത്തോടുകൂടി ബാക്കിയുള്ള 260 ഹോസ്പിറ്റലുകളും മാറിയേക്കും, അതാണോ സാഹചര്യം? ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം, ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കരാറ് പ്രകാരം ലഭിക്കേണ്ട സംഖ്യ കിട്ടാതെ നിയമാനുസൃതം ഞങ്ങൾക്ക് അതിലൊരു റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ സ്കീം ഇതേപോലെ തുടരുകയും സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാതെ വരികയാണെങ്കിൽ മാക്സിമം ഞങ്ങൾ മാർച്ച് 31 വരെ മാത്രമേ ഈ സ്കീമിൽ നിലനിന്ന് മുന്നോട്ട് പോകുകയുള്ളൂ. ഓക്കെ, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ, അത് വ്യക്തമാണ്. മാർച്ച് മാസം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഉള്ളതെന്ന്. 260 ഹോസ്പിറ്റലുകൾ, 150 ഹോസ്പിറ്റലുകൾ ഓൾറെഡി പിന്മാറിയിരിക്കുന്നു. 260 ഹോസ്പിറ്റലുകൾ പിന്മാറിയേക്കുമെന്നുള്ളൊരു സാഹചര്യം.